ഇന്നലെ രാത്രി വൈകി എറണാകുളത്ത് നിന്ന് വന്നൊരു വാർത്ത നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. ഒരു അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം അയാൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വാർത്ത ഇന്നലെ നമ്മളെ അമ്പരപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തു. കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന മനുഷ്യനെയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50% പൊള്ളലേറ്റിട്ടുണ്ട് ക്രിസ്റ്റഫറിനും ഭാര്യ മേരിക്കും. ഒപ്പം അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനു ശേഷം അയൽവാസിയായ വില്യംസ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. വാർത്തയുടെ വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അർച്ചന, ഗുഡ് മോർണിംഗ് നൽകി പറയാൻ പറ്റിയൊരു വാർത്തയല്ല. ഇന്നലെ കൊച്ചിയിൽ നിന്ന് വന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിച്ചിരുന്നു, അതിലേറെ അമ്പരപ്പിച്ചിരുന്നു. അയൽവാസികളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിനുശേഷം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി. എന്താണ് സംഭവിച്ചത്? ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മനു, നിലവിൽ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രിസ്റ്റഫറിൻ്റെ നില അതീവ ഗുരുതരമാണ്. കാരണം 50%-ലധികം ഈ പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഭാര്യയ്ക്കും നന്നായി പൊള്ളലേറ്റിട്ടുണ്ട്. അവരും ചികിത്സയിലാണ്. ഇരുവരും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഈ എറണാകുളം വടുതല എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നത്. ഇത്തരത്തിൽ പള്ളിയിലെ കുർബാന കഴിഞ്ഞ് തിരിച്ച് സ്കൂട്ടറിൽ ഇരുവരും വരികയായിരുന്നു. അതിനിടെയാണ് ഈ അയൽവാസിയായ വില്യം എന്ന് പറയുന്ന ആൾ ഇത്തരത്തിൽ ഇരുവരുടെയും ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ഒടുവിൽ ആത്മഹത്യ ചെയ്തത്. ഈ വില്യംസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും. എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇയാൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അവിടെ ഇവരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കൗൺസിലർക്കും പരാതിപ്പെടുകയും ചെയ്തതാണ്. അന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്തരത്തിൽ പരിഹരിച്ചു പോയെങ്കിലും പിന്നീട് അതിൻ്റെ വൈരാഗ്യം ഇയാൾ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ മേരിയെയും ഒപ്പം ക്രിസ്റ്റഫറിനെയും ഇത്തരത്തിൽ ആക്രമിക്കാൻ തുനിയുകയും ചെയ്തത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. മാത്രമല്ല ഇരുവരുടെയും നില ഗുരുതരമായി തുടരുകയുമാണ്. അയൽവാസികൾക്കൊക്കെ നേരത്തെ തന്നെ ഇയാളെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇത്തരത്തിലൊരു വൈരാഗ്യം തന്നെയാണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇന്നലെ തന്നെ ഈ മേൽ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചതാണ്. ഇന്ന് ഇവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇനി ഡോക്ടർമാർ വ്യക്തമാക്കേണ്ടതുണ്ട്. മനു, പറയൂ അർച്ചന. അർച്ചന കേൾക്കുന്നില്ലേ? മനു, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അതായത് അന്വേഷണം അടക്കം കാര്യങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ മേൽ നടപടികളെല്ലാം തന്നെ പോലീസ് സ്വീകരിച്ചതാണ്. പ്രധാനമായും ഇത്തരത്തിൽ നാട്ടുകാർക്കെല്ലാം തന്നെ പൊതുശല്യം എന്ന് പറയുന്ന തരത്തിലാണ് നാട്ടുകാരുടെ എല്ലാം പ്രതികരണം. കാരണം അത്രത്തോളം ആളുകളുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അയാൾ കാലങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിൽ നാട്ടുകാരുമായി ഈ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചെയ്തിരുന്നു. മാത്രമല്ല ഒരു തരത്തിലും സഹകരണം ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കൗൺസിലർ അടക്കം വ്യക്തമാക്കുന്നുണ്ട്. നാട്ടുകാരുമായിട്ട് യാതൊരു ബന്ധമോ അല്ലെങ്കിൽ സൗഹൃദമോ സൂക്ഷിക്കാത്ത ഒരാൾ കൂടിയാണ്. അങ്ങനെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരാളാണ് ഈ വില്യംസ് എന്ന് പറയുന്നത്. അയാളുടെ നിന്നാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. നേരത്തെ ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അതാണ് ഇത്തരത്തിൽ വൈരാഗ്യമായി മാറുകയും ഇത്തരത്തിൽ ഇവരെ കൊല്ലാനായി പുറപ്പെടുന്ന ഒരു സാഹചര്യം, കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ ഇരുവരും ഇത്തരത്തിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഇവർ വരുന്നത് കാത്തിരുന്ന് ഒടുവിൽ പെട്രോൾ ഒഴിച്ച് ഇത്തരത്തിൽ തീ കൊളുത്തിയത്. ശേഷം അദ്ദേഹം റൂമിലേക്ക് കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും ഈ സമീപത്തെ വീടുകളുമെല്ലാമായിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. മനു, ശരി, ഏതായാലും നാടിനെ നടുക്കിയ സംഭവമാണ് നടന്നത്. ഒരു കൊലപാതക ശ്രമം, അതിനുശേഷം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന കൊലപാതകത്തിന് ശ്രമിച്ച വ്യക്തി, അതാണ് ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ വാർത്ത വന്ന സമയത്ത്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ കൊച്ചി അക്ഷരാർത്ഥത്തിൽ നടങ്ങി നിൽക്കുന്നു. കാരണം വടുതല എന്ന് പറയുന്നത് കൊച്ചി നഗരത്തിൻ്റെ നടുവിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പ്രദേശം കൂടിയാണ്. പച്ചാളത്തിനൊക്കെ സമീപമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെയാണ് നഗരമധ്യത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തൊട്ടടുത്ത് തന്നെ ആശുപത്രികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും പക്ഷേ അവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ്. ഈ മരിച്ച വില്യംസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ആ വാർത്തയുമായി ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്.